കരുതലിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ സ്പർശമായി കെയർ ഫോർ മുംബൈ. തിരുവോണ ദിവസം HIV ബാധിതരടക്കമുള്ള രോഗികൾക്കും തെരുവോരങ്ങളിൽ കഴിയുന്ന ക്യാൻസർ രോഗികൾക്കും ഉച്ചഭക്ഷണവും അവശ്യ വസ്തുക്കളും വിതരണം ചെയ്യുന്നതായിരുന്നു സംഘടന. ഇവർക്കെല്ലാം സാന്ത്വനമേകിയായിരുന്നു. ആ സംഘടനയുടെ വിവരങ്ങൾ കൂടി അന്യദേശത്തെ ഓണം. നവി മുംബൈ തലോജയിലെ ജ്യോതിസ് കെയർ സെന്ററിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്താണ് തിരുവോണ ദിവസത്തെ കെയർ ഫോർ മുംബൈ അടയാളപ്പെടുത്തിയത്. ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ സെന്ററിന് പുറത്ത് തെരുവോരങ്ങളിൽ കഴിയുന്ന ക്യാൻസർ രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും ഭക്ഷണവും മറ്റു ആവശ്യ വസ്തുക്കളും വിതരണം ചെയ്തു. HIV ബാധിതരടക്കമുള്ള രോഗികളും വാർദ്ധക്യം ബാധിച്ചവരുമാണ് ജ്യോതിസ് കെയർ സെന്ററിലെ അന്തേവാസികൾ. ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സ്ത്രീകളെ കുറച്ച് മാനസികമായിട്ടും അവരൊത്തിരി വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ആരോരുമില്ലാത്തവരെയാണ് ഇവിടെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ്. ഇതുപോലെ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിലായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഓണക്കിറ്റുകളും സംഘടന വിതരണം ചെയ്തു. കെയർ ഫോർ മുംബൈ ഈ ഓണക്കാലത്ത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ സന്തോഷവും സ്നേഹവും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഭാഗമായിട്ട് നമ്മൾ അവരുടെ വീടുകളിൽ കിറ്റുകൾ എത്തിച്ചു കൊടുത്തു. വിവിധ സ്ഥലങ്ങൾ ഇപ്പം നമ്മളിവിടെ ജ്യോതിസ് കെയർ സെൻ്ററിനോടൊപ്പം അവരോടൊപ്പം ഭക്ഷണം, അതുപോലെ തന്നെ ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ സെൻ്ററിൻ്റെ പുറത്തുള്ള പേഷ്യൻസിന് അവിടെ ഉള്ളവർക്കുള്ള ഭക്ഷണം, അങ്ങനെ വിവിധ. വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാരുമായി കൈകോർത്താണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതെന്ന് സെക്രട്ടറി പ്രിയ വർഗീസ് പറഞ്ഞു. ഒപ്പം നമ്മൾ വയനാടിനൊരു വലിയ പദ്ധതിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവിടെ 5 വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കെയർ ഫോർ മുംബൈ പ്രസിഡന്റ് MK നവാസ്, കൂടാതെ മെറിഡിയൻ വിജയൻ, മുഹമ്മദ് അലി, സതീഷ് കുമാർ തുടങ്ങിയവരും കർമ്മപരിപാടിയുടെ ഭാഗമായിരുന്നു. ഓണം കേവലം ഒരു ആഘോഷം മാത്രമല്ല, നന്മ നിറഞ്ഞൊരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.